ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജനെതിരെ നടപടി വേണമോ എന്ന് സി.പി.ഐ.എം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തേക്കും. വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയുള്ള സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സമഗ്രമായ അവലോകനത്തിന് വേണ്ടിയാണ് സി.പി.എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ ചേരുന്നതെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത് ഇ.പി. ജയരാജന്റെ വിഷയമാണ്. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ജയരാജനെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി തയ്യാറാകുമെന്നതാണ് ഏവരുടെയും ആകാംക്ഷ. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വോട്ടെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ നൽകിയ സ്ഥിരീകരണം ഫലത്തെ സ്വാധീനിച്ചുവെന്നാണ് സി.പി.എം സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയരുന്ന വിമർശനം. സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരിൽ തന്നെയുള്ള പി ജയരാജനാണ് വിമർശനം ഉന്നയിച്ചത്. കൂടിക്കാഴ്ചയെപ്പറ്റി ഇ.പി. ജയരാജൻ വിശദീകരിക്കണമെന്നായിരുന്നു ആവശ്യം. പി ജയരാജൻ്റെ ആവശ്യത്തിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റംഗങ്ങളും അത് ഏറ്റെടുത്തു. എല്ലാം കേട്ടിരുന്ന ഇ.പി. ജയരാജൻ മറുപടി പറഞ്ഞില്ല. എന്നാൽ ചർച്ചയ്ക്ക് മറുപടി നൽകിയ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകി. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെ ഇവിടെ അച്ചടക്ക നടപടിയോ അന്വേഷണമോ തീരുമാനിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ മാതൃഘടകത്തിന് അതിന് അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തേക്കും. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാക്കിയ പരിക്കിനെപ്പറ്റി ദേശീയ നേതൃത്വത്തിനും നല്ല അറിവുണ്ട്. LDF കൺവീനർ പദവിയിൽ ഇരുന്നുള്ള കൂടിക്കാഴ്ചയ്ക്കെതിരെ കടുത്ത നടപടി തന്നെ വന്നേക്കുമെന്നാണ് സൂചന. അല്ലാത്ത പക്ഷം പാർട്ടി ഊറ്റം കൊള്ളുന്ന ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസ്യത തകരുമെന്നാണ് നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. റിപ്പോർട്ടർ ആർ. ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.